രചന അലി കെ ജൽസൺ. ഓ, ഇവിടെ ഈ സാധനങ്ങളൊക്കെ എവിടെ കൊണ്ടുവച്ചേക്കുവാ? ഹരി സകലമാന സാധനങ്ങൾ അടുക്കളയിൽ വലിച്ചിട്ട് നോക്കാൻ തിരക്കിലാണ്. കുക്കറിന്റെ വിസിൽ നിർത്താതെ ചീറ്റി ഒപ്പം അടുപ്പത്ത് വെച്ച പാലും തിളച്ചു പൊങ്ങി. എന്റെ ദൈവമേ, ഇതിന് തിളച്ചു പോകാൻ കണ്ടൊരു നേരം. അരിശത്തോടെ ഹരി വന്നതിൽ പിടിച്ചതും പാൽപാത്രത്തിൽ പിടിച്ചതും കൈ പിന്നിലേക്ക് വലിച്ചു. കൈ കുടഞ്ഞിട്ട് പല്ലിയേരിച്ചുകൊണ്ടവൻ തുണി കൊണ്ട് അതെടുത്ത് ഇറക്കി വെച്ചു. അച്ഛാ, യൂണിഫോം തേച്ചില്ലേ? 8 വയസ്സുള്ള തന്റെ മകന്റെ ചോദ്യം അയാളെ തേടിയെത്തി. പോയടാ ചെക്ക, ഇവിടെ ഇത് തന്നെ കഴിഞ്ഞിട്ടില്ല. അപ്പോഴാ ഒരു ദിവസം തേച്ചില്ല എന്ന് വെച്ചാൽ സ്കൂളിൽ നിന്ന് പുറത്താക്കൊന്നുമില്ല. എന്തുവാ അച്ഛാ, ഞാൻ ഇന്നിങ്ങനെയാ പോവാറ്. അമ്മേനിപ്പോ എന്തിനാ അച്ഛൻ വീട്ടിലേക്ക് പറഞ്ഞയച്ചേ? നിരാശയും ദേഷ്യത്തോടെ അവൻ ചവിട്ടിത്തുള്ളി അകത്തേക്ക് കയറിപ്പോയി. ശ്വാസം ഒന്നെടുത്തുകൊണ്ട് അവൻ തന്റെ ഭാര്യയെ ഫോണിൽ വിളിച്ചു. ഹലോ പ്രിയേ. ആ, എന്തായി അവിടുത്തെ കാര്യങ്ങള്? മറുതൽക്കൽ നിന്നും പ്രിയ ചോദിച്ചു. ഹോ, ചോദിച്ചല്ലോ, ഭാഗ്യം. നീ കാപ്പിപ്പൊടിയും മഞ്ഞപ്പൊടിയൊക്കെ എവിടെ കൊണ്ടാ വെച്ചേക്കണേ? അത് രണ്ടാമത്തെ ഷെൽഫിൽ ലെഫ്റ്റ് സൈഡിൽ വെച്ചിട്ടുണ്ട്. പ്രതീക്ഷിച്ച ചോദ്യം പോലെ അവൾ മറുപടി കൊടുത്തു. ഓ, വെച്ചോ. താല്പര്യമില്ലായ്മയുടെ ഫോൺ കട്ട് ചെയ്ത് ഹരി തന്റെ തിരക്കിലേക്ക് തിരിഞ്ഞു. പറയാൻ നേരം ഹരിയുടെ കോള് കട്ടായിരുന്നു. പ്രിയ ഫോൺ ഓഫ് ചെയ്ത് മുറ്റത്തേക്ക് ഇറങ്ങി. അവളുടെ അമ്മ കോഴികൾക്ക് തീറ്റ കൊടുക്കാൻ തിരക്കിലായിരുന്നു. ചിരിച്ചുകൊണ്ട് അവിടെ ഒപ്പം അവൾ പോയിരുന്നു. ആരാ വിളിച്ചേ? ഹരിയാണോ? അവളുടെ സാമീപ്യം അറിഞ്ഞ പോലെ അവർ ചോദിച്ചു. അതെ, എന്നും ടൈം കിട്ടി പോവലല്ലേ ഉള്ളൂ. അച്ഛനും മോനും കൂടെ വീട് തലകീഴായി മറിക്കുന്നുണ്ടാവും. ഇന്നലെ വൈകിട്ട് പോന്നല്ലേ? പോണില്ലേ നീ ഇന്ന്? എന്താ അമ്മേ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി ഞാൻ വന്ന്? ഇല്ലടാ, അമ്മ അതല്ലേ ചോദിച്ച്. അവിടെ മോനും ഹരി ഒറ്റക്ക. അവർക്കിതൊന്നും ശീലമില്ലാത്ത കാര്യങ്ങളാ. അങ്ങനെയുള്ളപ്പോൾ നീ അവിടെ നിൽക്കുന്ന അമ്മ എങ്ങനെയാടാ പ്രോത്സാഹിപ്പിക്കുക? വയ്യാതെ അല്ലേ? അവർക്ക് പിന്നാലെ ഓടി ഓടി എൻ്റെ തണ്ടിലും കാലും കൈയൊക്കെ പോക്കാം. എൻ്റെ വില മനസ്സിലാക്കി കൊടുക്കാൻ വന്നോന്നല്ല, ഒന്ന് കിടക്കാനാ. അവിടുത്തെ പണി കഴിഞ്ഞാൽ നേരെ ഓഫീസിലേക്ക് തിരിച്ചു വന്നൊന്ന് കിടക്കുമ്പോഴേക്കും ഇവർ എത്തിയിട്ടുണ്ടാവും. അതിൻ്റെ ഇടയ്ക്ക് ഈ നശിച്ച നടുവേദനയും എല്ലാം ചെയ്താലും പിന്നെയും കേൾക്കുന്ന പരാതി തന്നെ. മുഖം ചുളുക്കിക്കൊണ്ട് പ്രിയ പറഞ്ഞു. ഇതുപോലെ തന്നെയല്ലേ നിങ്ങൾ രണ്ടിനെയും, അച്ഛനെയും അച്ഛമ്മേനെയൊക്കെ ഞാനും നോക്കിയതും. എന്നിട്ട് എനിക്ക് ക്ഷീണമായിപ്പോയെന്ന് പറഞ്ഞിരുന്നെങ്കിലോ? ആ, നല്ല കഥയായെന്നെ. അവൾ പറയുന്നതായിട്ട് ചിരിച്ചുകൊണ്ട് അവർ ചെടികൾക്ക് വെള്ളമൊഴിക്കാനായി ഇറങ്ങി. അമ്മ പറഞ്ഞതിനൊരു ഉത്തരം കൊടുക്കാൻ പ്രിയക്കും ഇല്ലായിരുന്നു. ഒരു നിമിഷം തൻ്റെ അമ്മയെപ്പറ്റി അവൾ ആലോചിച്ചു. ശരിയാണ്, അച്ഛനും അച്ഛമ്മക്കും ഞങ്ങൾ 2 മക്കൾക്കുള്ള ഒരുക്കി വെച്ച് തന്നെയാണ് സ്കൂളിലേക്ക് അമ്മയും ഓടാറ്. അച്ഛനെല്ലാം കൃത്യസമയത്ത് തന്നെ കിട്ടണമെന്ന കർക്കശക്കാരൻ തന്നെ ആയിരുന്നു. അതിൽ അച്ഛമ്മയും പിന്നിലല്ല. അടുക്കളപ്പുറത്ത് തെന്നി വീണ് കൈക്ക് വീക്കം പറ്റിയിരുന്നിട്ട് പോലും ഞങ്ങളുടെ കാര്യങ്ങൾക്കൊരു താമസം അമ്മ വരുത്തിയിരുന്നില്ല. തൻ്റെ ജോലി അമ്മ സമർത്ഥമായി തന്നെ ചെയ്തുകൊണ്ടിരുന്നു. തൻ്റെ ഓർക്കിഡ് പൂക്കളെ താലോലിച്ചുകൊണ്ടിരിക്കുന്ന അമ്മയെ ചെറുപുഞ്ചിരിയോടെ അവൾ നോക്കിയിരുന്നു. നാശം പിടിക്കാനായിട്ട് ഗ്യാസ് തീരുന്ന കാര്യങ്ങൾക്കൊന്നും പറയായിരുന്നില്ലേ? പഞ്ച് ചെയ്യേണ്ട ടൈമും കഴിഞ്ഞു. ID കാർഡും ബാഗും എടുത്ത് ഹരി ഓഫീസിലേക്ക് ഓടിക്കയറി. തിരിച്ച് തൻ്റെ കസേരയിലേക്ക് ഇരിക്കുമ്പോൾ നന്നേ കിതച്ചിരുന്നു. എന്നും നല്ല രീതിയിൽ വസ്ത്രമിട്ട് വരുന്ന ഹരിയെ ഇന്നത്തെ കോലം കണ്ട് കൂടെയുള്ള സഹപ്രവർത്തകരൊന്ന് നോക്കി. ഹരിയേട്ടാ, എന്തു പറ്റി? വയ്യല്ലെന്ന്? തൊട്ടടുത്ത ചെയറിൽ ഒരാൾ അവനോട് തിരക്കി. ഒന്നും പറയണ്ട രാജീവേ, കെട്ടിയോളൊന്ന് വീട്ടിൽ പോയതാ. അതിൻ്റെ ഈ കാണുന്നേ ഒരു ഇതൊക്കെ ചെയ്ത് തീർത്തു. വന്നപ്പോഴാ ആ ഗ്യാസ് അങ്ങ് തീർന്ന്. പിന്നെ അത് ഫിറ്റ് ചെയ്തു. അർജുന സ്കൂൾ വിട്ടിട്ടാ വരുന്നത്. ഹരി പറയുന്നതായിട്ട് രാജീവ് ചിരിച്ചു. ആടാ, എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. അവളൊരു ദിവസം മാറി അന്നത്തെ കാര്യം പോക്കാം. ഞാൻ പിള്ളേരെ അച്ഛനെയും കൊണ്ട് നട്ടം തിരിയും. ചില നേരത്തെ അന്തം വിട്ട് നിന്നിട്ടുണ്ട്. അവൾ ഒരുമിച്ച് ഒരു 100,000 കാര്യങ്ങൾ ചെയ്യുന്നു അന്വേഷിക്കുന്നത് കണ്ടാൽ. ഭാര്യയെപ്പറ്റി വാചാലനാവുന്ന രാജീവിനെ ഹരി ശ്രദ്ധയോടെ നോക്കിയിരുന്നു. ഉച്ചക്ക് ഭക്ഷണം കഴിക്കുന്ന നേരത്തും അവൻ പ്രിയപ്പറ്റി ആലോചിക്കുകയായിരുന്നു. പാവം, അതെന്തൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ വിടുന്നേ? അവളോടാരും പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നല്ല. എന്നിട്ടും പ്രിയ, നിനക്ക് ഈ ഷർട്ട് ഭംഗിയിലൊന്നും തേച്ചെന്നാലെന്താ? ഈ പെണ്ണിത് ഒന്ന് നേരത്തെ കാലത്ത് വരുമോ? എന്തൊരു ഒരുക്കാണിത്? വാച്ചിൽ നോക്കി ഹരി വിളിച്ചു പറഞ്ഞു. അച്ഛാ, നമുക്ക് പോവാം. അമ്മ എപ്പോഴും ലേറ്റാണ്. പോവാം, ഷോ ഇപ്പോൾ തുടങ്ങും. മകൻ അർജുനും നീരസം തുടങ്ങി. പ്രിയ കഥകളെല്ലാം അടച്ച് അധികം ഒരുങ്ങാതെ ഇറങ്ങി വന്നപ്പോഴേക്കും അവർ കാറെടുത്ത് പോയിരുന്നു. വൈകിയതും അവർക്ക് വേണ്ടി തന്നെ. പ്രിയ തേച്ച് വെച്ച ഷർട്ട് ഹരിക്ക് ഇഷ്ടപ്പെടാത്തതിനാലും അർജുൻ ഇടാൻ വെച്ച ഷർട്ട് ഉണങ്ങിക്കിട്ടില്ലെന്ന പരാതി തീർപ്പാക്കാൻ ചെന്ന് സ്വയം ഡ്രസ്സ് മാറി വന്നപ്പോഴേക്കും പ്രിയ വൈകി. കാത്തിൽക്കാനുള്ള ക്ഷമ ആർക്കും ഇല്ലായിരുന്നു. ഇന്നലകളിൽ നിന്ന് ഹരി സ്വഭാവത്തിലേക്ക് വന്നു. ഫോൺ എടുത്ത് പ്രിയയെ വിളിച്ചു. രണ്ടാമത്തെ റിങ്ങിന് അവൾ ഫോൺ ചെവിയോട് ചേർത്തു. ഏട്ടാ, ഇവിടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അവൻ തുടങ്ങും മുമ്പ് വീട്ടിലേക്ക് വരാൻ പറയാനാവെന്ന് വിചാരിച്ചുകൊണ്ട് അവൾ മറുപടി കൊടുത്തു. ആ, താനെത്തിയോ? വരാൻ പറയാൻ വിളിച്ചല്ല. തൻ്റെ ബാക്ക് പെയിൻ എങ്ങനെയുണ്ട്? കുറവുണ്ടോ? മരുന്ന് വല്ലതും വാങ്ങണോ? ഏയ്, കുറവുണ്ട്. ആ, എന്നാലേ താൻ കിടന്നോ. കിച്ചണിൽ ഫുഡൊക്കെ ആക്കി വെച്ചിട്ട് ഞാൻ പോകുന്നത്. അതെ, ഞാൻ വെക്കുവോ? ഇന്ന് കിച്ചണിൽ കയറണ്ട. ഫോൺ കട്ടാക്കി അവൻ പറഞ്ഞതും അടുക്കളുടെയും മുറിയുടെയും കോലം കണ്ട് അവൾ അറിയാതെ ചിരിച്ചു പോയി. വർക്ക് ചെയ്ത് കഴിഞ്ഞ് മോൻ്റെ ഒപ്പം ഇരുന്നുകൊണ്ട് മുറിയിലേക്ക് പോകാൻ നേരം ഹരി പ്രിയയെ കണ്ടു. ചിരിയോടെ അവിടെ അടുക്കളയിലേക്ക് അവൻ നടന്നു. പിന്നിൽ ചെന്ന് അവളെ വട്ടം പിടിച്ചു. കിടന്നില്ലേ? എന്തെങ്കിലും വേണോ? പാത്രം കഴുകുന്നതിനിടക്ക് അവൾ ചോദിച്ചു. വേണ്ടത് ചോദിച്ചാൽ തരുമോ നീ? അവളുടെ അരയിൽ കിളി കൂട്ടിക്കൊണ്ട് അവൻ ചോദിച്ചു.
വയ്യ ഏട്ടാ, തണ്ടിലൊന്ന് അനക്കാൻ കൂടി വയ്യ. മതി മതി. ആളുടെ മറുപടി ദഹിച്ചില്ലെങ്കിൽ പോലും അവൻ ഭാഗത്തിൽ വരുത്തിയില്ല. എന്ത് ഗന്ധാടോ തന്റെ മുടിക്ക്. ആളുടെ കഴുത്തിനിടയിലേക്ക് മുഖം പൊഴുത്തിക്കൊണ്ട് അവൻ പറഞ്ഞു, നീ പണികളൊക്കെ എങ്ങനെയാണോ ചെയ്യുന്നത്? എൻ്റെ അമ്മോ, ഓടി ഓടി ആകെ വശക്കേടായി. അരി അടുപ്പത്തിടാൻ നേരം പാല് തൂവും, അതെടുത്ത് നോക്കുമ്പോൾ കുക്കർ തുടങ്ങും. ഇതെല്ലാം ശരിയാക്കിയാലോ നമ്മുടെ മോനും വരും അടുത്ത പ്രശ്നവും കൊണ്ട്. ഹരി താടിക്ക് കൈയും കൊടുത്ത് പറയുന്നിട്ട് അവളൊന്ന് അവനെ തിരിഞ്ഞു നോക്കി. അപ്പൊ ഇത്രയും കാലം ഈ പണിയൊക്കെ ചെയ്തിട്ട് തന്നെയല്ലേ ഞാൻ നിങ്ങൾ അയച്ചിരുന്ന്? ആ, അതിപ്പോഴല്ലേ അനുഭവത്തിൽ വരുന്നേ. എടോ, സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഈ പണിക്ക് തനിക്ക് ശമ്പളം കിട്ടേണ്ടതാ. ഹരി കണക്കൂട്ടിക്കൊണ്ട് പറഞ്ഞു. നിങ്ങളെനിക്ക് ശമ്പളം തരും ഹരിയേട്ടാ. ഞാൻ ചെയ്യുന്നതിന് നിങ്ങളെനിക്ക് ശമ്പളം നിശ്ചയിച്ച പോലെ പൈസ ചിലപ്പോൾ മതിയാവാതെ വരും. കുടുംബം നോക്കുന്നൊരു ഉദ്യോഗമൊന്നുമല്ല, അത് ഓരോ പെണ്ണും ഇഷ്ടത്തോടെ തന്നെയാണ് ചെയ്യുന്നത്. ഒരു ദിവസം ഞാൻ ഇങ്ങനെയൊന്നും ചെയ്തില്ല എന്ന് വെച്ച് ഭൂമി കറങ്ങാതിരിക്കൊന്നുമില്ല. പക്ഷെ എൻ്റെ കുടുംബം ചിലപ്പോൾ നിലച്ചു പോകും. ആ, ഫെമിനിസ്റ്റ് ആവല്ലേ മോളെ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഹരി കളിയോടെ പറഞ്ഞു. എന്ത് ചെയ്യുമ്പോഴും ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒന്നുണ്ട്, ഭർത്താവിൻ്റെ പരിഗണനയും മക്കളുടെ സ്നേഹവും. ഇത് രണ്ടും കിട്ടാത്ത പക്ഷം ഈ 4 ചുമര് ഞങ്ങൾക്ക് തടവറ തന്നെയാണ്. താനിങ്ങനെ ഇമോഷണൽ ആവില്ലേ? ഇന്നൊരുപാട് തന്നോട് ബഹുമാനം തോന്നി. എൻ്റെ അമ്മയെ ഞാൻ ഓർത്തുപോയി. താൻ എൻ്റെ ഭാഗ്യമാടോ. ഞാനിന്ന് അലങ്കോലായ ഓഫീസിലേക്ക് കയറി ചെന്നപ്പോഴാണ് താൻ എങ്ങനെയാണ് ഒരുക്കി വിടുന്നത് എനിക്ക് മനസ്സിലായത്. എന്നിട്ടും തന്നോട് പരാതിയില്ലാതെ ഒരു നന്ദി വാക്ക് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. സ്റ്റിൽ ഐ ലവ് യു ഡിയർ. എന്തായിട്ടാ ഇത് ഇങ്ങനെയൊക്കെ പറയണേ? പോയി കിടക്കാൻ നോക്കിയേ. ഇല്ലടോ, ഇന്ന് താനും കിടന്നിട്ട് ഞാൻ കിടക്കുന്നുള്ളൂ. പിന്നെ ഹാപ്പി വുമൻസ് ഡേ ഇന്ന് രാവിലെ പറയാൻ പറ്റിയില്ലല്ലോ. അവളുടെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് അവൻ പറഞ്ഞു. ചിരിയോടെ ചേർന്ന് നിന്നുകൊണ്ട് അവളും. അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ് പതിവ് കാര്യങ്ങളിലേക്ക് തിരിഞ്ഞു. ഷർട്ട് മാറി ഹരി ഡൈനിങ് ടേബിൾ വന്നിരുന്നു. അവൻ വന്നിരുന്നു പ്ലേറ്റ് നീക്കി വെച്ചുകൊണ്ട് അതിലേക്ക് പുട്ടെടുത്ത് വെച്ചുകൊണ്ട് കറിയെടുക്കാനായി പ്രിയ അടുക്കളയിലേക്ക് തിരിഞ്ഞു. അവൻ പ്ലേറ്റിലേക്ക് കൈവച്ചതും ഹരിയുടെ മുഖം ചുളുങ്ങി. പ്രിയേ, ഇതിലൊരു മുടി കിടക്കുന്നു. പരാതികൾ ഇനിയും തീരുന്നില്ല.